തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായി ചികിത്സ ലഭിക്കാതെ മരിച്ച കൊല്ലം പത്മന വേണുവിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ വാദങ്ങൾ കുടുംബം തള്ളിക്കളയുന്നു. വേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അധികൃതർ ഒന്നും പറഞ്ഞില്ലെന്നാണ് വേണുവിൻ്റെ ഭാര്യ സിന്ധു 24 പറഞ്ഞത്. വേണുവിന് ചികിത്സ നിഷേധിച്ചുവെന്നും കുടുംബം ആവർത്തിച്ചു. നമ്മുടെ കൊല്ലം പ്രതിനിധി അരുൺ രാജുമായി വേണുവിൻ്റെ ഭാര്യ സംസാരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വേണുവിൻ്റെ ഭാര്യ സിന്ധുവാണ്. വേദന ഒരുപാടുണ്ടെന്നറിയാം. ചവറയിൽ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രി, അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കൊല്ലത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്? കൊല്ലത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത് ഈ പേഷ്യൻറ്റിനെ ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, പെട്ടെന്ന് കൊണ്ടുപോകണം. കാരണം ഡ്രോപ്പായി ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. ബ്ലഡ് ബാങ്കിന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഈ പേഷ്യൻറ്റിന് പോസിറ്റീവാണ്, അറ്റാക്ക് പോസിറ്റീവാണ്, എത്രയും പെട്ടെന്ന് റിസൾട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയുന്നു. അങ്ങനെ ആ ഡോക്ടർ 2 വട്ടം എൻ്റെ ഹസ്ബൻഡിനെ ചെന്ന് കണ്ടു. ബൈസ്റ്റാൻഡർ പോയി റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് വിളിച്ചു, ബ്ലഡ് ബാങ്കിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ CT സ്കാൻ എടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് പോയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയിട്ട് റിസൾട്ട് വാങ്ങിച്ചിട്ട് അവിടെ 2 വട്ടം വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു പോസിറ്റീവാണ്, പെട്ടെന്ന് കൊണ്ടുപോയി ഡോക്ടറിൻ്റെ കൈ കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യേണ്ടതാണ് എന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ജില്ലാ ആശുപത്രി പറഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ ആൻജിയോഗ്രാം ഉണ്ട്, പക്ഷേ അവിടെ എമർജൻസി അല്ല, അവർ ഡേറ്റ് ഇട്ട് കൊടുക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എമർജൻസി ആയിട്ട് ചെയ്യണം. സോ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പറയുവാണെങ്കിൽ അങ്ങോട്ട് വിടാം, ഒന്നീ വണ്ടാനമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു. അന്നേരം ഞങ്ങൾ വിചാരിച്ചു വണ്ടാനത്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടാനം പറഞ്ഞത്. പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നു, പിന്നീട് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിരുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടല്ല മാറ്റിയത്, എമർജൻസി വാർഡിൽ ചെന്നപ്പോൾ ആദ്യം ഒരു ഡോക്ടർ വന്ന് നോക്കുന്നു, പിന്നെ ആ ഡോക്ടർ എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഒരു കാർഡിയോളജി ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടറോടെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഡോക്ടറും കൂടെ വന്ന് കാണുന്നു. വന്ന് കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു വാർഡ് 28 ഞങ്ങളെ മാറ്റുന്നു. അങ്ങനെ ഞാൻ വാർഡിൽ 28. അതാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വീൽ ചെയർ ഉരുട്ടുന്നത്, എനിക്ക് ഉരുട്ടാൻ പോലും അറിയത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അതായത് അവിടെ സാധാ ജോലി ചെയ്യുന്ന ഇതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നീല യൂണിഫോമോ ബ്രൗൺ ആണോ എന്നറിയാം, എനിക്ക് ഓർക്കുന്നില്ല. ആ ഒരാളിനോട് ഞാൻ ചെന്ന് പറഞ്ഞു ഈ ഒരു വീൽ ചെയർ ഉരുട്ടി ഒന്ന് 28ാമത്തെ വാർഡിൽ കൊണ്ടു തരാമോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളാണ് ഉരുട്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ ബാഗും കവറും എല്ലാം, എന്നിട്ട് അതും വെച്ചുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച മറുപടി, മതിയായ ചികിത്സ വേണുവിന് ലഭിച്ചു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർ വേണുവിനെ കണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം വേണുവിനെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. വേണുവിനെയും കുടുംബത്തെയും ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വെനസ്ഡേയിൽ ആൻജിയോഗ്രാം വേണു മരിക്കുന്ന ആ ദിവസമാണ് പറയുന്നത്. ആ ദിവസം അല്ല, അതിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച മരിച്ചത്. ലിസ്റ്റ് കിട്ടിയില്ലല്ലോ. ലിസ്റ്റ് കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അതായത് പിറ്റേന്ന് ഈ തലവേദന കൂടിയതിൻ്റെ പിറ്റേന്ന് വേണുവൻ കാർഡിയോളജി ഒരു ഡോക്ടറെ പോയി കാണുന്നു. ഐ തിങ്ക് ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആൻജിയോഗ്രാം, ഞാനൊരു അറ്റാക്ക് പേഷ്യൻ്റാണ്, എനിക്ക് ആൻജിയോഗ്രാം ചെയ്തില്ല, എന്തുകൊണ്ടാണ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അറ്റാക്ക് വന്ന് 3 മണിക്കൂറിനകം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്യും, ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് വേണുവിന് കൊടുത്ത മറുപടി. പക്ഷേ അതിനു മുന്നേ തന്നെ ഇവർ പറഞ്ഞു ട്യൂസ്ഡേയിൽ എക്കോ ഉണ്ട്, വെനസ്ഡേ രാവിലെ ആൻജിയോഗ്രാം ഉണ്ടെന്ന് മൺഡേയിലും പറഞ്ഞു, ട്യൂസ്ഡേയിലും പറഞ്ഞു ആ ഒരു ഡോക്ടർ. പക്ഷേ എല്ലാ പേഷ്യൻസും നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള പേഷ്യൻസ് എല്ലാവരും വന്നതുകൊണ്ട് ആൻജിയോഗ്രാം മാറ്റി. ആൻജിയോഗ്രാം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വൈകിട്ട് വന്ന ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ റീസണാണ്, അതായത് ഒരു പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇൻ കേസ് ഒരു പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ ആ സമയം ആ ഒരു എമർജൻസി ആണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. എമർജൻസിയാണ്, അവർ ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് അല്ലേ, അവർക്ക് വായിക്കും അറിയത്തില്ലേ, അത് നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ. അവർ ECG ചെക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ട് എഴുതി, മറ്റേ നമ്മൾ റെഫർ ചെയ്ത ലെറ്റർ വായിച്ചു, അത് കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ അത് ഇതാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പിന്നീടും ഇപ്പോഴും നിങ്ങളെ ഇക്കാര്യം അറിയിച്ചിരുന്നു? വേണുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നു? ക്രിയാറ്റിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. അളവെന്ന് പറയുമ്പോൾ ആ റിസൾട്ട് ഇങ്ങനെയുണ്ട്, ആ ഫയലിനകത്ത് ഇരിപ്പുണ്ട് റിസൾട്ട്. ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല? ഇല്ല, ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ തലവേദനയുടെ കാര്യം മാത്രം പറഞ്ഞു. അത് ചിലപ്പോൾ നേരത്തെ സ്ട്രോക്ക് വന്നതിൻ്റെ ആയിരിക്കും, ബെറ്റർ ഒരു ന്യൂറോയെ കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് MRI സ്കാനിന് എഴുതി തന്നത് ഇന്നായിരുന്നു.
ഇന്നാണ് എഴുതി തന്നത്. ഡോക്ടർമാരുടെ സമീപനം, ജീവനക്കാരുടെ സമീപനം, ഇതെല്ലാം തന്നെ വേണു കൃത്യമായി ഓഡിയോയിൽ പറയുന്നുണ്ട്. കാരണം അനുഭവിക്കാവുന്നതിൽ ഏറ്റവും മോശം അനുഭവത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. വേണുവിനോട് പറഞ്ഞു, ഇവിടുത്തെ സിസ്റ്റർമാരായാലും ആരായാലും നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പേഷ്യൻസിനെ നോക്കുന്നില്ല. സർക്കാർ, അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. പക്ഷേ അവരുടെ വിചാരം അവർ എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ പരാതിപ്പെട്ടപ്പോഴൊക്കെ അവിടെ നിന്ന് കിട്ടില്ല മറുപടി എന്തായിരുന്നു? പരാതിപ്പെട്ടില്ല. വേണു പൊതുവായിട്ട് അവിടെ നിന്ന് പറഞ്ഞു. അന്നേരം അവിടെയുള്ള ജനങ്ങളും പറഞ്ഞു ഇതുപോലെ പറയാൻ ആരെങ്കിലും, കാരണം മറ്റേ ഡോക്ടർ വേണുവിനെ വഴക്ക് പറഞ്ഞപ്പോൾ അവിടുന്ന് പേഷ്യൻസ് പറഞ്ഞു. വേണുവിൻ്റെ ഓഡിയോയിലുണ്ട്. വേണു പറയുന്ന സമയത്ത് സമീപത്തിരുന്ന് ആരോ പറയുന്നുണ്ട് ഇതൊക്കെ പുറത്തു വരേണ്ടതാണ് എന്ന് പറയുന്നത്. പുറത്ത് വരേണ്ടതാണ്, ആരും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും പുറത്ത് വരാത്തത് എന്ന് പറയുന്നുണ്ട് അവിടെ. ഇതിനുശേഷം എപ്പോഴെങ്കിലും, ഈ മരണത്തിന് ശേഷം എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഡോക്ടർമാരോ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നോ? തയ്യാറായില്ല. കാരണം എക്കോ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയോളം ICUലോട്ട് കയറ്റിയിട്ട് ഉടനെ വിളിക്കുന്നു. 10 മിനിറ്റ് ആയി കാണത്തില്ല. ICUലോട്ട് ഞാൻ കൊണ്ടുവിടുന്നു. നല്ല ശ്വാസം മുട്ടലുണ്ട്. ഞാനും കൂടെ പിടിച്ചായിരുത്തുന്നത്. അന്നേരം എൻ്റെ ഇങ്ങനെ കൈകൾ, ഞാൻ പറഞ്ഞു വേണ്ട വിഷമിക്കണ്ട ഇരിക്കുക. അന്നേരം ഓക്സിജൻ മാസ്ക് വെക്കുന്നു. ഓക്സിജൻ മാസ്ക് വെക്കുന്ന സമയത്ത് വേണ്ട ആദ്യം ഇങ്ങനെ എടുത്ത് മാറ്റി. അന്നേരം ആ ഒരു സിസ്റ്റർ പറയുന്നു 30 മിനിറ്റ്സ്, ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി അച്ഛൻ്റെ ഈ ശ്വാസം കറക്റ്റ് ആകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. പക്ഷേ അവിടെ ആ 30 മിനിറ്റ് വേണ്ടി വന്നില്ല. ഞാൻ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വേണുവിൻ്റെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ വരാൻ പറയുന്നു. ഞാൻ ഓടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാത്രമേ എന്ന് പറഞ്ഞ്. ആണുങ്ങളാരും ഇല്ല. ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിളിച്ചു വരുന്നത്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, എന്താ അത് വേണുണ്ട് നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് കയറ്റിവിടെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ ക്രിയാറ്റിൻ അല്ല അവിടെ പറഞ്ഞത്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് വെന്റിലേറ്ററിലാണ്, കാണിക്കാൻ പറ്റത്തില്ല. പിന്നീട് അതിലേ പോയ സിസ്റ്റർമാരോടും ഡോക്ടർമാരോടെല്ലാം ചോദിച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് വേണുവിന്? കുഴപ്പമില്ല, ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ഡോക്ടറാണ് പറഞ്ഞത് അത് വേണുവിൻ്റെ നെഞ്ചിൽ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതുകൊണ്ടുള്ള ശ്വാസം മുട്ട, അത് ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ടൈമിൽ തന്നെ പേഷ്യൻ്റ് മരിച്ചു കാണും. കാരണം ഞാൻ അവരോടെല്ലാം ഞാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് കാണിക്കൂ, ഒരു നേരിയ ജീവനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ എൻ്റെ വേണുവിനെ എണീറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ തറയിൽ കിടന്ന് ഉരുളുവാ, ഞാൻ അവിടെ കിടന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? നീർക്കെട്ട് ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നീർക്കെട്ട് ആ സമയത്ത് വേറെ ഒരു ഡോക്ടറിൻ്റെ വായിന്നാണ് വീണത്. അല്ലാതെ ആ വേണുവിനെ നോക്കുന്ന ഡോക്ടറും അല്ല വന്ന് എന്നോട് പറയുന്നത് സീരിയസ് ആണ്. വേറൊരു ഡോക്ടറാണ് വന്ന് പറയുന്നത് വേണു ഇത്തിരി സീരിയസ് ആണ്, അറിയിക്കേണ്ടവരെയൊക്കെ പെട്ടെന്ന് അറിയിക്കുക, ആരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറയണേന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന് തിരിഞ്ഞങ്ങ് നടന്നതാണ്. ഇത്രയും ദിവസം വളരെ ഊർജ്ജസ്വലനായി സംസാരിക്കുന്നു. ഈ വിഷയത്തിലൊക്കെ സ്വാഭാവികമായും തനിക്ക് നീതി ലഭിക്കാത്തപ്പോൾ അതിലിടപെടുന്നു, പെട്ടെന്ന് വയ്യാതാവുന്നു. അപ്പോൾ ഡോക്ടർമാർ ഒന്നും ഈ കാര്യങ്ങൾ പുതുതായി കൊണ്ടുവരികയായിരുന്നു. ഏതാ വയ്യ എന്നുള്ള ക്രിയാറ്റിൻ ലെവൽ കൂടുന്നു, നീർക്കെട്ടുണ്ടാകും. ക്രിയാറ്റിൻ ലെവൽ എന്നോട് ഇതുവരെ പറഞ്ഞിട്ട്, ഞാനിപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു എന്നുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നു. ആരോഗ്യ നിലയെ സംബന്ധിച്ച് ഒന്നും തന്നെ പങ്കുവെച്ചിട്ടേ ഇല്ല ആശുപത്രി. കാരണം ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ ഈ തലവേദനയുടെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തലവേദന ആദ്യത്തെ ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് തലവേദന. അന്നേരം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഈ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് തലവേദന ഉണ്ടാകാറുണ്ട്, ഇങ്ങനെ ഇവിടെ ത്രോട്ട് പെയിൻ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ മരുന്ന് പോലും അവിടുന്ന് ആവശ്യ സമയത്ത് കിട്ടിയില്ല. ഗുളിക ചോദിച്ചപ്പോൾ സിസ്റ്റർമാർക്ക് തരാൻ പറ്റില്ല. ഒരു ഗുളിക, ഒരു തലവേദനയുടെ ഗുളിക നമ്മളായാലും വീട്ടിലൊരു തലവേദന ഒരു പാരസെറ്റമോളാണ് കഴിക്കുന്നത്. ആ ഒരു പാരസെറ്റമോളും പോലും അവർ തരുന്നില്ല. അവിടുന്ന് ഡോക്ടർ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് തരാൻ പറ്റൂ. ആദ്യത്തെ ദിവസം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ അങ്ങോട്ട് വന്നല്ലോ, നിങ്ങൾക്ക് എന്താ ഉടനെ ടാബ്ലറ്റ് വേണം എന്നോട് ചോദിച്ച ഒരു സിസ്റ്റർ. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ വേദനയെന്ന് പറഞ്ഞാൽ അങ്ങ് ടാബ്ലറ്റ് തരാൻ പറ്റില്ല, ഡോക്ടർ ഇങ്ങോട്ട് വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ, അങ്ങനെയാണ് പറഞ്ഞത്. ഏത് ടാബ്ലറ്റാണ് അവിടുന്ന് കിട്ടാതെ സ്വന്തം കയ്യിൽ നിന്ന് പിന്നെ കൊടുക്കേണ്ടി വന്നത്? ഏത് ഡോക്ടർ? അത് ഞാൻ പറഞ്ഞില്ലേ ICUവിൽ നിന്ന് ഒരു ഡോക്ടർ വന്നെന്ന് പറഞ്ഞില്ലേ, ആ ഡോക്ടർ എഴുതിയത് എന്താണ് ഞാൻ മറന്നു, പ്രോക്സേനോ അങ്ങനെ അങ്ങോട്ട് ഒരു ടാബ്ലറ്റ്. അത് നമ്മൾ എന്താണ് തലവേദനയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടാബ്ലറ്റാണ്. എനിക്കിവിടെ നമ്മുടെ CHCയിലെ ഡോക്ടർ അനുപമ ഡോക്ടർ എഴുതി തന്ന ടാബ്ലറ്റ്, ഞാനത് സ്ഥിരമായിട്ട് എനിക്ക് തലവേദന വരുമ്പോൾ കഴിക്കാനായിട്ട് പ്രോക്സൈൻ അത്. എന്നിട്ട് ആ പ്രോക്സൈൻ ഇല്ല ഡോക്ടർ, ആ ടാബ്ലറ്റ് ഇവിടെ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞപ്പം ഡോക്ടറിന് എന്നാൽ ഒരു കാര്യം പാരസെറ്റമോൾ 650. കാരണം ഞാൻ ഈ കേസ് ഷീറ്റും കൊണ്ട് പുറകെ നടക്കുക. കേസ് ഷീറ്റ് അല്ല, ഡോക്ടറിൻ്റെ കയ്യിൽ കേസ് ഷീറ്റ് ഉണ്ട്, ഞാൻ ഈ ഡോക്ടറിനെ പുറകെ നോക്കാം. ഡോക്ടർ പറയുന്നു എന്നാൽ ഒരു കാര്യം പാരസെറ്റമോൾ 650 എടുത്ത് കൊടുക്കാൻ. അന്നേരം ആ സിസ്റ്റർ പറയുന്നു 650 ഇവിടില്ല, എന്നാൽ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഒരു കാര്യം 500 എടുത്ത് കൊടുക്കാൻ. അന്നേരമാണ് എനിക്കറിയാം എൻ്റെ ബാഗിൽ പ്രോക്സൈൻ ഉണ്ട്. ഞാൻ മോളോട് പറഞ്ഞു മോളെ പെട്ടെന്ന് പ്രോക്സൈൻ എടുക്കാൻ പറയുന്നു. ഞാൻ കൊണ്ടുപോയി ഡോക്ടറിനെ നടന്നു പോയപ്പോൾ ഞാൻ ഓടി ചെന്നു, സാർ അവിടെ നിന്നേന്ന് പറയുന്നു. നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് പ്രോക്സൈൻ ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് കൊടുത്തോളാം. ഉണ്ടെങ്കിൽ കൊടുത്തോളാം പറഞ്ഞിട്ട്
അതുപോലെ നടന്നു പോകും. വേണുവിന് മാത്രം അവസ്ഥയാണോ അതോ മെഡിക്കൽ കോളേജ്? മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ വന്ന് കിടക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ദയനീയമായ അവസ്ഥയാണ് അത്. മറ്റൊരു ഗതി ഇല്ലാത്തത് കൊണ്ട് പോകുന്നു. തീർച്ചയായിട്ടും കാശുള്ളവർ എന്തായാലും അവിടെ ചെല്ലത്തില്ലല്ലോ, കാശില്ലാത്തവരല്ലേ അവിടെ ചെല്ലുന്നത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ്. സ്വാഭാവികമായും ഇത്തരം പ്രതികരണം ഉണ്ടാകുമ്പോൾ വലിയ വേദന ഉണ്ടായോ? കാരണം വലിയ പ്രതീക്ഷയാണ്, വേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുഹൃത്തിന് അയച്ച മെസ്സേജിലൊക്കെ എൻ്റെ മക്കളെ വലിയ നിലയിൽ പഠിപ്പിച്ചെത്തിക്കുക. എൻ്റെ ഇളയ മോൾ നീറ്റിന് പഠിക്കുക. കഴിഞ്ഞ വർഷം അവൾക്ക് ക്വസ്റ്റ്യൻ ടഫായപ്പോഴും അവൾ 300 മാർക്കിന് അടുപ്പിച്ചെടുത്തപ്പോഴും അവിടുത്തെ സാറ് പറഞ്ഞു ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാം, BDS എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞു അച്ഛൻ ഞാൻ 1 വർഷം കൂടെ പഠിച്ച് ഞാൻ മെഡിസിൻ എടുക്കാം. അവർ അച്ഛന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം അന്ന് അവിടെ കുറേ പഠിക്കാനുള്ള കുട്ടികൾ വരുമല്ലോ. അവിടെ വന്നപ്പോഴും ഒരു കുട്ടിയോട് ചോദിച്ചു ഏത് വർഷമാണെന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു എൻ്റെ മോൾ നീറ്റിന് പഠിക്കുക, അടുത്ത വർഷം എൻ്റെ മോൾ ഇവിടെ കാണും എന്ന് ഉറപ്പിച്ച് സന്തോഷത്തോടെ പറഞ്ഞ ആ ഒരു അച്ഛനാ. ആ അച്ഛൻ്റെ പ്രതീക്ഷകളാണ് അവിടെ പോയത് അല്ലേ. അച്ഛന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ഒരു ആഗ്രഹങ്ങൾ പോലും സാധിക്കാൻ പറ്റിയില്ല മനുഷ്യന്. സംഭവത്തിൽ വേദനയുണ്ടെന്ന് ഡോക്ടർമാർ എന്ന് പറയുന്നു. അറിയാം ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴും ആ മനുഷ്യൻ്റെ കണ്ണ് അടഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ അവസാന നിമിഷം വരെ എന്നെ നോക്കിക്കാണും. കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണുണ്ണ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ പുറത്തുണ്ട്, ഞാൻ വരാം. കാണാൻ സമ്മതിച്ചില്ല. അവസാനം വരെ അവർ കാണാൻ സമ്മതിച്ചു. ഞാൻ അവസാനം കാണുന്ന എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് താഴെ കൊണ്ടുവന്നു. ഞാൻ എന്നിട്ടും എല്ലാവരോടും ചോദിച്ചു നേരിയ ജീവനെങ്കിലും ഉണ്ടെങ്കിൽ പറ. അന്നേരം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇച്ചിരി സീരിയസ് ആണെന്നേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് എന്നോട് പറഞ്ഞു. കാണാൻ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ മരണസമയത്ത് എന്നെ ഒന്ന് കണ്ടാൽ ഞങ്ങൾ തമ്മിലൊന്നും സംസാരിക്കില്ല. എനിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അതിനൊന്നും അതിനുള്ള ഇടയൊന്നും അവർ തന്നില്ല എനിക്ക്. സർക്കാർ സംവിധാനത്തിൽ ആരെങ്കിലും സംസാരിച്ചിരുന്നു ഇതിനുശേഷം ഈ സമയം വരെ എപ്പോഴെങ്കിലും? അത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരിച്ചു, മരണവും കഴിഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നു ഒരു കാര്യം കുറച്ച് പേര് ഇവിടെ നിന്നിട്ട് അമ്മയും മക്കളെല്ലാം അങ്ങ് പറഞ്ഞ് താഴോട്ട് വിടാൻ പറയുന്നു. അങ്ങനെ ആ സമയത്താണ് അവിടെ ഉള്ളവർക്കെല്ലാം ഏകദേശം മനസ്സിലായി പേഷ്യൻ്റ് മരിച്ചു എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ കരയുന്ന സമയത്ത് അവിടെ ഇരുന്ന പേഷ്യൻസ് പറയുന്നു ആ കൊച്ചിനെ ആ ജീവനുള്ള സമയത്ത് ആ മനുഷ്യനെ ഒന്ന് കാണിച്ചു വിടാറുണ്ട്. അത് എത്ര നേരം ഇവിടെ കിടന്ന് കരഞ്ഞു. ഇതാണ് ഇവിടുത്തെ കാര്യം. ഒരു പേഷ്യൻ്റ് ഒരു ഇതുണ്ടെങ്കിൽ ആരും അകത്തോട്ട് കയറ്റത്തില്ല, എല്ലാം അവർ തന്നെ വെച്ചു. ഇതിനുശേഷം ഈ മരണത്തിന് ശേഷം ആരെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും സംസാരിച്ചിരുന്നോ ആരോഗ്യവകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കിയിരുന്നോ? ഇല്ല, എന്നെ ഒന്നും വിളിച്ച് തിരക്കിയിട്ടില്ല. ഇല്ല, വിളിച്ചില്ല. ഈ സ്വാഭാവികമായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമോ? ഞാനോ ഈ പറഞ്ഞതെല്ലാം ഞാൻ പറയും. ഇതെല്ലാം കാരണം ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. നീതി നിഷേധത്തിൻ്റെ ഇര കൂടിയായി മാറുകയാണ് വേണുവിന് സംഭവിച്ചത് ഒരാൾക്ക് പോലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് വീണ്ടും പറയാനുള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്ന് വേണു നേരിട്ടത് അതിക്രൂരമായ അല്ലെങ്കിൽ ദയനീയമായ അവസ്ഥയാണ്. മറ്റൊരാൾക്കും ഇത് ഉണ്ടാകാതിരിക്കട്ടെ. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് വേണുവിൻ്റെ ഭാര്യ സിന്ധുവുമായി സംസാരിച്ചത്. സിന്ധു പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.